നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് 18ാം നൂറ്റാണ്ടിലാണെന്ന്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അലക്സാണ്ടർ വോൾട്ട്, തോമസ് എഡിസൺ ഇവരൊക്കെയാണ് ഇലക്ട്രിസിറ്റിയുടെ പിതാക്കന്മാരെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ചരിത്രം തെറ്റാണെങ്കിലോ? എഡിസൺ ജനിക്കുന്നത് 2000 വർഷം മുൻപ്, അതായത് യേശു ക്രിസ്തുവിൻ്റെ അതേ കാലഘട്ടത്തിൽ മധ്യപൂർവേഷ്യയിലെ ജനങ്ങൾ ബാറ്ററി ഉപയോഗിച്ചിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു ഗൂഢാലോചന സിദ്ധാന്തമല്ല. ഇതിനുള്ള തെളിവ് ഇന്നും ഇറാഖിലെ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കാഴ്ചയിൽ സാധാരണ തോന്നുന്ന ഒരു കുടം, പക്ഷെ അതിനുള്ളിൽ ഒളിപ്പിച്ചിരുന്നത് ആധുനിക ശാസ്ത്രത്തെ പോലും ഞെട്ടിക്കുന്ന ഒരു ടെക്നോളജിയാണ്, ദി ബാഗ്ദാദ് ബാറ്ററി. ഇവർക്ക് എന്തിനായിരുന്നു ബാറ്ററി? ഇവർ ബൾബ് കത്തിച്ചിരുന്നു. നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും വിദ്യകൾ ഇവർക്കുണ്ടായിരുന്നോ? ടോക്കിയോളജിക്സിൽ നമ്മൾ 2000 വർഷം പുറകിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇത് നടക്കുന്നത് ഏകദേശം BC 250 മുതൽ AD 224 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇത് ഇറാഖും ഇറാനും ചേർന്ന പാർത്തിൻ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലഘട്ടം. റോമൻ സാമ്രാജ്യത്തോടൊപ്പമുള്ള ശക്തിയായിരുന്നു അവർ. അവർ വലിയ പോരാളികളായിരുന്നു. പക്ഷെ അവർക്ക് ശാസ്ത്രത്തിന് വലിയ അറിവുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് 1930കളിലാണ്. സാധാരണ നമ്മൾ പുരാവസ്തുക്കളെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് വാളുകൾ, നാണയങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ എന്നൊക്കെയാണ്. എന്നാൽ മണ്ണിൽ മൂടിക്കിടന്നിരുന്ന നഗരങ്ങളിൽ നിന്ന് ലഭിച്ചത് അതിനേക്കാൾ വിചിത്രമായ ഒന്നായിരുന്നു. 1938 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാൻ പോകുന്ന സമയം വിൽഹെം കോണിക് എന്ന ജർമ്മൻ ആർക്കിയോളജിസ്റ്റ് ഇറാഖിലെ നാഷണൽ മ്യൂസിയത്തിന് ഡയറക്ടറായി ജോലി ചെയ്യുകയായിരുന്നു. ബാഗ്ദാദിനടുത്തുള്ള കുജുത്ത് റാബു എന്ന സ്ഥലത്ത് നടന്ന എക്സ്കവേഷനിൽ നിന്നും ലഭിച്ച ചില സാധനങ്ങൾ അദ്ദേഹം പരിശോധിക്കുകയായിരുന്നു. കൂട്ടത്തിൽ 13 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള മഞ്ഞ നിറത്തിലുള്ള ഒരു മൺപാത്രം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ മൺപാത്രത്തിൽ ധാന്യങ്ങൾ അഥവാ വെള്ളമാണ് വെക്കാറുള്ളത്. പക്ഷെ ഇതിന്റെ വായുഭാഗം ടാർ അഥവാ ആസ്ഫാൾട്ട് വെച്ച് സീൽ ചെയ്തിരുന്നു. അത് തുറന്നു നോക്കിയ കോണിക് ഞെട്ടിപ്പോയി. അതിനുള്ളിൽ ഒരു കോപ്പർ സിലിണ്ടർ, ആ സിലിണ്ടറിന്റെ ഉള്ളിൽ ഒരു തുരുമ്പെടുത്ത അയൺ റോഡ്. ആ ഇരുമ്പ് തണ്ട് കോപ്പർ സിലിണ്ടർ തൊടാതിരിക്കാൻ അതിന് ടാർ വെച്ച് കൃത്യമായി നടുവിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. നമുക്കിതിന്റെ ഘടനയൊന്ന് വിശദമായി പരിശോധിക്കാം. ഇതൊരു സാധാരണ ഡിസൈൻ അല്ല. പുറത്തെ മൺപാത്രം ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു, അതായത് കറണ്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ തടയുന്നു. കോപ്പർ സിലിണ്ടർ ഇത് ബാറ്ററിയുടെ കാത്തോടെ പ്രവർത്തിക്കുന്നു, അഥവാ പോസിറ്റീവ് പ്രവർത്തിക്കുന്നു. അതുപോലെ ഇരുമ്പ് തണ്ട് ബാറ്ററിയുടെ നെഗറ്റീവ് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആനോടെ പ്രവർത്തിക്കുന്നു. ടാർ ഇത് പാത്രത്തെ സീൽ ചെയ്യുക മാത്രമല്ല, ഷോർട്ട് സർക്യൂട്ട് വരാതിരിക്കാൻ രണ്ട് ലോഹത്തെയും വേർതിരിച്ച് നിർത്തുന്നു. വിൽഹെം കോണിക്കിന് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. ഇത് വെള്ളം വെക്കാനുള്ള പാത്രമല്ല, ഇതൊരു ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സെല്ലാണ്. 1800 അലക്സാണ്ടർ വോൾട്ട് ബാറ്ററി കണ്ടുപിടിക്കുന്ന 2000 വർഷം മുൻപ് ഇറാഖിലെ ജനങ്ങൾ നിർമ്മിച്ചിരുന്നു. ഒരു ബാറ്ററി പ്രവർത്തിക്കണമെങ്കിൽ അതിൽ 2 ലോഹങ്ങൾ മാത്രം പോരാ, ഒരു ഇലക്ട്രോലൈറ്റ് അഥവാ ലായനി കൂടി വേണം. ഈ മൺപാത്രങ്ങൾ ലഭിച്ചപ്പോൾ അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കാലപ്പഴക്കം കൊണ്ട് അത് വറ്റിപ്പോയിരുന്നു. പക്ഷേ അതിനുള്ളിൽ കറ പരിശോധിച്ചപ്പോൾ ശാസ്ത്രജ്ഞർക്ക് അതിൻ്റെ ഉള്ളിൽ ആസിഡിൻ്റെ അംശം കണ്ടെത്തിയിരുന്നു. അക്കാലത്ത് അവർക്ക് എന്ത് ആസിഡാണ് ലഭിക്കുക? വിനാഗിരി. അന്ന് വൈൻ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന വിനാഗിരി സുലഭമായിരുന്നു. മുന്തിരിനീർ അല്ലെങ്കിൽ നാരങ്ങാനീർ, സിട്രിക് ആസിഡ്. ശാസ്ത്രജ്ഞർ ഒരു പരീക്ഷണം നടത്തി. ഈ മൺപാത്രത്തിൻ്റെ അതേ മാതൃകയിൽ ഒരെണ്ണം ഉണ്ടാക്കി അതിലേക്ക് വിനാഗിരി ഒഴിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ മൺപാത്രം ജീവൻ വെച്ചു. ചെമ്പും ഇരുമ്പും വിനാഗിരിയും ചേർന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി. ഇത് കളവാണെന്ന് പരിശോധിക്കാൻ പ്രശസ്ത TV ഷോയായ മിത്ത് ബസ്റ്റേഴ്സ് ഇത് പരീക്ഷിച്ചു. അവർ കൈകൊണ്ട് നിർമ്മിച്ച് ഇത്തരം 10 പാത്രങ്ങൾ എടുത്തു. അതിൽ നാരങ്ങാനീർ ഒഴിച്ചു. മൾട്ടിമീറ്റർ വെച്ച് നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഒരു പാത്രത്തിൽ നിന്ന് ഏകദേശം 0.1 വോൾട്ട് മുതൽ 1.1 വോൾട്ട് വരെ ലഭിക്കുന്നു. ശരിയാണ്, 1 വോൾട്ട് എന്നത് വളരെ കുറവാണ്. ഇന്നത്തെ ഒരു പെൻസിൽ ബാറ്ററിക്ക് പോലും 1.5 വോൾട്ട് ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ 10-20 പാത്രങ്ങൾ സീരീസായി കണക്ട് ചെയ്താൽ വോൾട്ടേജ് കൂടും. അങ്ങനെയെങ്കിൽ അവർക്ക് ചെറിയ തോതിലുള്ള വെളിച്ചമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നും ഉറപ്പാണ്, ബാഗ്ദാദ് ബാറ്ററി വർക്ക് ചെയ്യും. ഇവിടെയാണ് ചരിത്രകാരന്മാർക്ക് ഉത്തരം കിട്ടാത്തത്. ബാറ്ററി ഉണ്ട്, പക്ഷെ എന്തിനാണ് അത് ഉപയോഗിച്ചത്? ഇന്ന് TVയോ ഫാനോ മൊബൈലോ ഇല്ല, പിന്നെ എന്തിന്? ഏറ്റവും ശക്തമായ തിയറി ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. സ്വർണ്ണപ്പണിക്കാർക്ക് ഒരു അനുഗ്രഹമായിരുന്നു. ചെമ്പ് കൊണ്ട് വെള്ളി കൊണ്ട് ഒരു ആഭരണമോ വിഗ്രഹമോ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാറ്ററി കൊണ്ട് സ്വർണം പൂശുക. ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ ചില പാത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ആ വെറും ചെമ്പാണെന്നും അതിന് മുകളിൽ അതിലോലമായ സ്വർണ്ണപ്പാളികളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൈകൊണ്ട് അടിച്ചു പരത്തിയാൽ ഇത്രയും കനം കുറഞ്ഞ പാളി ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇത് വൈദ്യുതി ഉപയോഗിച്ച് മാത്രമേ സാധിക്കൂ. ഒരു പക്ഷേ സ്വർണ്ണപ്പണിക്കാർ ഈ വിദ്യ ഒരു മാജിക്ക് പോലെ രഹസ്യമായി വെച്ചതായിരിക്കാം. രണ്ടാമത്തെ പോസിബിലിറ്റി വൈദ്യശാസ്ത്രമാണ്. പുരാതന റോമിലും ഗ്രീസിലും വേദന സംഹാരികളായ ഇലക്ട്രിക് ഈൽ പോലുള്ള മീനുകൾ ഉപയോഗിച്ചിരുന്നു. മീനിനെ കൊണ്ട് രോഗിയുടെ കാലിൽ ഷോക്കടിപ്പിച്ചാൽ വാദം പോലുള്ള രോഗങ്ങൾ മാറുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇലക്ട്രിക് മീനുകളെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൈദ്യന്മാർ കണ്ടെത്തിയ എളുപ്പവഴിയാകാം ഈ ബാറ്ററി. ചെറിയ അളവിലുള്ള ഷോക്ക് നൽകി പേശിവേദനയും മറ്റും മാറ്റാൻ ഇത് ഉപയോഗിച്ചിരിക്കാം. ഇന്നത്തെ ഫിസിയോതെറാപ്പിയിലെ ടെൻസ് മെഷീൻ്റെ ഒരു പ്രാകൃത രൂപം.
മൂന്നാമത്തെ തിയറിയാണ് ഏറ്റവും രസകരം. മാജിക്. പുരാതന കാലത്ത് പുരോഹിതന്മാർക്ക് ദൈവത്തെക്കാൾ ശക്തിയുണ്ടെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. സങ്കല്പിക്കുക, ഇരുളടഞ്ഞൊരു ക്ഷേത്രം, അവിടെ ഒരു ലോഹ വിഗ്രഹം. ഈ വിഗ്രഹത്തിനുള്ളിൽ ബാറ്ററികൾ രഹസ്യമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഭക്തർ വന്ന് വിഗ്രഹത്തിൽ തൊടുമ്പോൾ അവർക്ക് ഷോക്ക് ഏൽക്കുന്നു. ദൈവത്തിന് ശക്തിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ വിഗ്രഹത്തിന് ചുറ്റും ഒരു ചെറിയ തീപ്പൊരി ഉണ്ടാക്കാൻ ഇത് ഉപയോഗിച്ചിരിക്കാം. ജനങ്ങളെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്താൻ പുരോഹിതന്മാർ ഉപയോഗിച്ച ഒരു ട്രിക്ക് മാത്രമായിരുന്നു ഈ ബാറ്ററി. വൈദ്യുതി ബാഗ്ദാദിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമുക്ക് ഈജിപ്തിലേക്ക് പോകാം. അവിടെയുള്ള ഡെൻഡർ എന്ന ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ചിത്രം ഇന്നും വിവാദ വിഷയമാണ്. ചിത്രത്തിൽ കാണുന്നത് ഇതാണ്: ഒരു വലിയ കുഴൽ, അതിനുള്ളിൽ പാമ്പ് പോലെ വളഞ്ഞു പൊളഞ്ഞൊരു സാധനം. ആ കുഴലിൻ്റെ ഒരറ്റം താങ്ങി നിർത്തുന്നത് ജഡ് പില്ലർ എന്ന് വിളിക്കുന്ന ഒരു ഇൻസുലേറ്റർ പോലത്തെ വസ്തു. കുഴലിൻ്റെ മറ്റേ അറ്റത്ത് നിന്ന് ഒരു കേബിൾ പോയി ഒരു പെട്ടിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇത് കണ്ടാൽ പറയും ഇതൊരു വമ്പൻ ലൈറ്റ് ബൾബാണെന്ന്. ഉള്ളിലെ പാമ്പ് ഫിലമെന്റും ജഡ് പില്ലർ ഇൻസുലേറ്ററുമാണ്. ഈജിപ്തുകാർക്ക് ബൾബ് അറിയാമായിരുന്നു എന്നതിൻ്റെ തെളിവാണോ ഇത്? ഇതിനൊരു ലോജിക്കൽ ചോദ്യമുണ്ട്. പിരമിഡ്സിന് ഇടനാഴികൾ തീർത്തും കൂരിട്ട് നിറഞ്ഞതാണ്. അവിടെ പന്തം കത്തിച്ചാൽ തീർച്ചയായും മേൽക്കൂരയിൽ കരി പറ്റിപ്പിടിക്കും. പക്ഷെ പിരമിഡ്സിൽ പലയിടത്തും കരിയുടെ അംശമേ ഇല്ല. പിന്നെ അവർ എങ്ങനെ വെളിച്ചം കണ്ടു? ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത് അവർ ഡെൻഡേര ബൾബ് ഉപയോഗിച്ചു എന്നാണ്. എന്നാൽ ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് അവർ കണ്ണാടികൾ ഉപയോഗിച്ച് സൂര്യപ്രകാശം ഉള്ളിലേക്ക് തിരിച്ചുവിട്ടു എന്നാണ്. പക്ഷെ 100 അടി ഉള്ളിലേക്ക് കണ്ണാടി വെച്ച് വെളിച്ചം എത്തിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഡെൻഡേര ലൈറ്റ് ആശയം ഇന്നും നിലനിൽക്കുന്നു. തീർച്ചയായും ഇതിനൊരു മറുപക്ഷമുണ്ട്. ചില ആർക്കിയോളജിസ്റ്റ് പറയുന്നത് ഇത് ബാറ്ററി അല്ല, മറിച്ച് സ്ക്രോൾ സൂക്ഷിക്കാനുള്ള പാത്രമാണെന്നാണ്. ലോഹത്തിൽ ചുറ്റിയ ചുരുളുകൾ നശിച്ചുപോയതാകാം. പക്ഷെ ആസിഡ്, ചെമ്പ്, ഇരുമ്പ് ഈ കോമ്പിനേഷൻ ഒരു യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ആന്റി കൈത്തറ മെക്കാനിസം പോലെ ചരിത്രത്തിൽ ഒരിടത്ത് മാത്രം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്ത സാങ്കേതിക വിദ്യയാകാം ഇത്. ഒരു പക്ഷേ ലൈബ്രറി ഓഫ് അലക്സാണ്ട്രിയ കത്തിയപ്പോൾ വൈദ്യുതി ഉണ്ടാക്കാനുള്ള അറിവും നമുക്ക് നഷ്ടപ്പെട്ടതാകാം. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യർ എന്നാണ്. പക്ഷെ 2000 വർഷം മുൻപ് മരുഭൂമിയുടെ നടുവിലിരുന്ന് ഒരു ചെറിയ മൺകുടത്തിൽ നിന്ന് നമ്മുടെ പൂർവികർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിരുന്നെന്ന് ഓർക്കുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിച്ചു പോകും. ചരിത്രം എന്നത് ഒരു നേർരേഖയല്ല, അതിൽ ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ്. ബാഗ്ദാദ് ബാറ്ററി നമ്മോട് പറയുന്നതും അതാണ്. നമ്മൾ അറിയാത്ത എത്രയോ രഹസ്യങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടാകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നാളെ നമ്മൾ പോകുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. മൂണിൽ നമ്മൾ ശരിക്കും പോയോ? മൂൺ ലാൻഡിംഗ് ഹോക്സ്. സത്യമെന്ത്? ടോക്കിയോ ത്രോണിക്സിൽ കാണാം. ഇതുവരെയ്ക്കും ഇറ്റ്സ് മീ അബൈ, സൈനിങ് ഓഫ്.